സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവരോട് ഉള്ളതും കൂടി എടുത്തു കളയും എന്ന് യേശു കർത്താവ് തന്നെ ശുശ്രൂഷ വേളയിൽ പറയുവാനിടയായി. നമുക്ക് ഈ ക്രിസ്തുമസ് സീസണിൽ ക്രിസ്തുമസ് മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ യാക്കോബായിലായിരുന്നപ്പോൾ പടക്കം പൊട്ടിക്കുന്നു, പിന്നെ ലൈറ്റ് കത്തിക്കുന്നു, ട്രീയിൽ വിളക്ക് തൂക്കുന്നു, ഭയങ്കര ബഹളങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തു ജനിച്ചു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജാതനായി. പ്രൈസ് ദി ലോർഡ്. അത് എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ്, അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കുമുള്ള പ്രയോജനം എന്താണ്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ ക്രിസ്തുമസ് എന്ന് പറയുന്നത് പെന്തക്കോസ്തുകാർ ഘോഷിക്കാറില്ല. അത് പറയും എന്താണ്, കർത്താവ് അന്നല്ല ജനിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതും ഒരുപക്ഷേ ഒരു ഭാഗം വരെ ഞാൻ അതിനെ അംഗീകരിക്കുന്നു. എന്നാൽ എല്ലാ ഭാഗങ്ങളും ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ജനിച്ചു എന്നുള്ളത് ലോകം മുഴുവനും വിളിച്ചു പറയാൻ, പ്രൈസ് ദി ലോർഡ്, സുവിശേഷം അറിയിക്കുവാൻ ഒരു വലിയ മാധ്യമമാണ് ക്രിസ്തുമസ്. പ്രൈസ് ദി ലോർഡ്. കാരണം ആരോടും പറയാം യേശു ജനിച്ചു എന്നുള്ള വാർത്ത. ദൂതന്മാര് വന്നിട്ട് ഇവര് മാട്ടിടയന്മാരോട് പറയുന്നതുമായിട്ടുള്ള വാർത്ത, പ്രൈസ് ദി ലോർഡ്, പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസം മിസ്സായി പോകരുത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കിട്ടുന്ന ദിവസങ്ങളിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത് ചോദിക്ക്, നമ്മുടെ എല്ലാവരുടെയും പെന്തക്കോസ്തി വന്നവരുടെ ബർത്ത്ഡേയുടെ ഘോഷത്തിന്റെ ബഹളം ഞാൻ കണ്ടിട്ടില്ല. യാക്കോബായിലൊന്നും ഞങ്ങൾ ഇത്രയും ബർത്ത്ഡേയുടെ പരിപാടികളൊന്നുമില്ല. ആർക്കെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ എന്ന് ചോദിച്ചാണ് ബർത്ത്ഡേ ഘോഷിക്കുന്നത്. ബർത്ത്ഡേ ഉള്ളവർ പ്രത്യേകം പറ. പിന്നെ കല്യാണം എന്താണ്, വിവാഹത്തിന്റെ ഇത് ആനിവേഴ്സറി, അത് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ആർക്കെങ്കിലും ആനിവേഴ്സറി ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ ബർത്ത്ഡേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര പാർട്ടി നടത്തുന്നു. മറ്റുള്ള സമുദായക്കാർ നടത്തുന്ന പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് അംഗീകരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അവർ കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റിന് വേണ്ടിയാണ്. ഇത് പിന്നെ എന്തിനാണ് കാണിക്കുന്നത്? എന്നാൽ മലയാളികളായിരിക്കുന്ന അമേരിക്കയിലും ഗൾഫിലും മറു നാടുകളിലും ഒക്കെ പോയിരിക്കുന്ന അനേകർക്ക് 1-2 ബർത്ത്ഡേ ഉള്ളത്. ഇപ്പൊ ജനിച്ചവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളവർക്ക് 2 ബർത്ത്ഡേ, എനിക്കതുകൊണ്ട് 2 ബർത്ത്ഡേ ഉണ്ട്. ഇതിലേതാ ശരി? ആരറിയും? അന്ന് അവർക്ക് തോന്നിയ പോലെ ഏതെങ്കിലും ഒരു ഡേറ്റ് പറഞ്ഞു. അവർക്ക് അന്ന് പള്ളിയിൽ ചെന്നോണ്ടെ മാമോദിസ വെക്കാൻ ചെന്നോണ്ടെ അച്ഛൻ അല്ലെന്നുണ്ടെങ്കിൽ കപ്പിയാരോ അല്ലെ എഴുത്തുകാരോ ഒരു ഡേറ്റ് ചോദിച്ചു. അന്നേരം എൻ്റെ ഫാദറോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കാര്യസ്ഥനായി ചെന്ന ഒരാളോ അമ്മാച്ചനോ ആരെങ്കിലും ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റ് ഇട്ടു. സ്കൂളിൽ ചെന്നോണ്ടെ ഫാദറോട് പറയും, ഈ ഡേറ്റ് ഇട്ടാൽ ശരിയാകത്തില്ല, ഇന്ന ഡേറ്റ് ഇട്ടെങ്കിൽ അവിടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അവർ ആ ഡേറ്റ് ഇടുന്നു. പാസ്പോർട്ട് എടുക്കാൻ ചെല്ലുന്നോണ്ട് ഏതെങ്കിലും ഒരു ഡേറ്റിന്റെ അനുസരിച്ചിട്ട് ഒരു പാസ്പോർട്ട് എടുക്കുന്നു. നമുക്ക് ഏത് ഡേറ്റാണ് ശരിയായിട്ടുള്ളത്? അപ്പൊ ഇനി 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ജനിച്ചു എന്നുള്ള വാർത്ത അത് സത്യമല്ലേ? അപ്പോ ആ സുദിനത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. 2 ജീവിതങ്ങൾ സാക്രിഫൈസ് ചെയ്ത ഒരു വാർത്തയാണ്, ഒരു വലിയ വിഷയമാണ് യേശു ഭൂമിയിലേക്ക് വരിക എന്നുള്ളത്. 2 ജീവിതങ്ങൾ സാക്രിഫൈസ് ചെയ്തു. 1 മറിയ, 2 ജോസഫ്. ഈ 2 ജീവിതങ്ങൾ നിങ്ങൾ ജോസഫിനെ എടുത്ത് പഠിച്ചാൽ, ജോസഫിനെ പോലെ നീതിമാനായ ഒരു വ്യക്തിയെ വിശുദ്ധ വചനത്തിനകത്ത് കാണാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ജോസഫ് ദൈവത്തോട് ഒരു വാക്ക് മറുത്തു പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കത്തില്ല. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ജോസഫ് പഴയ നിയമത്തിലെ ഗോത്രപിതാവായ ജോസഫിനെ പോലെ വിശുദ്ധ ജീവിതം നയിച്ച്, പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ സന്നിധിയിലും മനുഷ്യരുടെ അടുക്കലും, ഹല്ലേലൂയ, പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം
ഹാലലിയ, വളരെ ഭക്തനായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുപോലെ തന്നെ മറിയയുടെ വിഷയം എടുത്താൽ, സ്തോത്രം, മറിയയെ പോലെ വിശ്വസിക്കാൻ, പ്രൈസ് ദി ലോർഡ്, പ്രാപ്തിയുള്ളതായ ഒരു സ്ത്രീ. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരിടത്ത് വെച്ച് ഒരാളോട് പ്രാർത്ഥിക്കും, ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പാസ്റ്ററെ, ഇപ്പോഴും പുതിയതായിട്ടൊന്നുമില്ല, പണ്ടത്തെ ഒരു പ്രാർത്ഥന വീണ്ടും കിടക്കുന്നേ ഉള്ളൂ. ഞാൻ ചോദിച്ചു അതെന്താണ്? എൻ്റെ അസ്വസ്ഥത, ശാരീരിക അസ്വസ്ഥത. എന്നാൽ അവർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം വേറൊരു വിഷയത്തിനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയും കിട്ടി, ഇതെല്ലാം നടന്നു. പക്ഷെ തന്നെ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അറിഞ്ഞാലും പറഞ്ഞില്ലേലും അതിന് മറുപടി കിട്ടി. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുമ്പോൾ കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി എൻ്റെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എനിക്ക് ഇന്നത് ചെയ്തു എന്ന് പറയാനായിട്ട് പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതാണ് മറിയയും പറയുന്നത്. സ്തോത്രം. ഞാൻ ആ ഭാഗത്തുനിന്ന് തന്നെ വരുന്നത്. നമുക്ക് വായിക്കാം ഒരു ഭാഗം. യെശയ്യാപ്രവചനം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം. കർത്താവ് തന്നെ നമുക്കൊരടയാളം തരും. അവരോട് അന്ന് പഴയ നിയമ ഇസ്രായേൽ മക്കളോട്, രാജാക്കന്മാരോട് പറയുന്ന വിഷയമാണ്. ഞാൻ ആ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ ചരിത്രമല്ല ആവശ്യം. എന്നാൽ അതിൻ്റെ കർത്താവിൻ്റെ ജനനത്തെക്കുള്ള പ്രോഫസിയെക്കുറിച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇമ്മാനുവേൽ, ഏൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നാമമാണ്. ഇമ്മാനുവേൽ, ദൈവം നമ്മളോട് കൂടെ, നമ്മോട് കൂടെ. അപ്പോൾ എങ്ങനെയാണ് ദൈവം നമ്മോട് കൂടെ നടക്കേണ്ടത്? നമ്മിൽ എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളോട് കൂടെ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? അതാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകും. കഴിഞ്ഞ നാളുകളിൽ കിങ്ഡത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറയാനിടയായി, കിങ്ഡം നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾ കിങ്ഡത്തിന്റെ ഉള്ളിലുമായിരുന്നാൽ നിങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ് എന്ത് ചോദിച്ചാലും ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ വിഷയത്തിൽ ഇവിടെ നോക്കിയ ഇമ്മാനുവേൽ, നമ്മോട് കൂടെ. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെയാണ് പരിശുദ്ധാത്മാഭിഷേകം, അല്ലെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളായിരിക്കണം. പരിശുദ്ധാത്മാഭിഷേകം നമ്മളിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ വസ്തുത. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിനുശേഷം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ശിശു ജനിച്ചു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ മകൻ എനിക്കും നിങ്ങൾക്കും നൽകപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മകനെ കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാക്കി? സ്തോത്രം. ഇതെല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങൾക്ക് ക്രിസ്തുമസിനെ കുറിച്ച് കേൾക്കണ്ട. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇവിടെ വചനം പറയുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. പണ്ട് ഞങ്ങളുടെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു രീതി ഉണ്ടായിരുന്നു, മൂത്തതായി ആൺപ്രജ ഉണ്ടാകണമെന്നുള്ളത്. അവൻ്റെ തോളിലാണ് സകല കാര്യങ്ങളും ഇരിക്കുന്നത്. ബാക്കിയുള്ള അപ്പൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കി നടത്തേണ്ടത് ഈ മൂത്ത മകനാണ്. അതുപോലെ തന്നെ അവിടെയുള്ള പെൺപിള്ളാരെ എല്ലാം കല്യാണം കഴിപ്പിച്ചുകൊണ്ടത് മൂത്ത മകൻ്റെ ജോലിയാണ്. മൂത്ത മകൻ്റെ ജോലിയാണ് വീടിൻ്റെ കാര്യങ്ങളെന്ത് ക്രമീകരിക്കപ്പെടുക, അതിൻ്റെ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചെയ്യുക എന്നുള്ളത് മുഴുവനും മൂത്ത മകനായാലും മകളായാലും അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി കൂടുതലായി അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്ത് കാര്യമുണ്ടെന്നുണ്ടെങ്കിലും ആരോട് ചെന്ന് ചോദിക്കണം? മൂത്തച്ഛനോട്. മൂത്തച്ഛനെ അപ്പൻ്റെ സ്ഥാനമാണുള്ളത്, അവനോട് ചെന്ന് ചോദിക്കണമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആ മകനെ ആ പിതാവിനും മാതാവിനും കൊടുത്തിരിക്കുന്നു. ഇപ്പൊ ആ വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കി നടത്തുന്ന ആരാണ്? ആ മകനാണ്. അങ്ങനെയായിരുന്നു നമ്മുടെ കേരളത്തിലെ ഒരു രീതി. എന്നാൽ ആ രീതി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ വചനത്തിലെ രീതിയിലേക്ക് നോക്കുക.
നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആ വീട്ടിലെ കാര്യങ്ങൾ മുഴുവനും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. ആധിപത്യം അവന്റെ തോളിലാണോ ഇരിക്കുന്നത്? അയ്യോ, ഞങ്ങൾ കർത്താവിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത്? 24 മണിക്കൂറും ഭാരമാണ്. കർത്താവിനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഭാരമില്ല. There is no worry. പഠനമുണ്ട്. ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ ഈ ഭാരം എന്താണ്? ഇന്ന് ഈ ക്രിസ്മസ് സീസണിലെങ്കിലും ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കുക, എനിക്ക് വേണ്ടി അവന്റെ മകനജാതനായ പുത്രനെ തന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും ഞാൻ വെറിയിൽ ജീവിക്കത്തില്ല, ഭാരത്തിൽ ജീവിക്കത്തില്ല, ദുഃഖത്തിൽ ജീവിക്കത്തില്ല. ഭാരങ്ങൾ എൻ്റെ ഭാരം മുഴുവനും എടുത്തു മാറ്റുവാൻ തക്കവണ്ണം ആ തൻ്റെ ഏകജാതനായ പുത്രനെ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അടുത്തത് പറയുന്നത് ആധിപത്യം അവന്റെ തോളിലിരിക്കും. പിന്നെ അടുത്തത് പറയുന്നത് അവൻ അത്ഭുതവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഹി ഈസ് നെയിം കോൾഡ് വണ്ടർഫുൾ. എന്നാൽ അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെയും അവൻ നടത്തി തരും. എൻ്റെ ജീവിതത്തിൽ അനേക വിഷയങ്ങൾ ഞാൻ അറിയാതെ തന്നെ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ വിഷയത്തിൽ അനേക കാര്യങ്ങൾ അത്ഭുതകരമായി നടന്നു കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാക്ഷ്യം പറയാം, നിങ്ങൾക്ക് ഓർക്കാം, നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അനേക വിഷയങ്ങൾ നിങ്ങൾ പോലും അറിയാതെ കർത്താവ് നടത്തി തന്ന വിഷയങ്ങൾ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് നടന്നേക്കുന്നത്? അവൻ അത്ഭുത മന്ത്രിയാണ്. മന്ത്രി എന്ന് പറഞ്ഞാൽ ആ വേർഡിന്റെ അർത്ഥം അവൻ ബെറ്റർ കൗൺസിലറാണ്. കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വിഷണ്ണ മനസ്സ്, ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു 40-35 വയസ്സിന് മേളിലോട്ടുള്ള ആരെ വിളിച്ച് ചോദിച്ചാലും ഒരു പ്രശ്നമുണ്ട്. അവരുടെ കുടുംബജീവിതത്തിലായാലും അല്ലെങ്കിലും അവർ മുഴുവനും ഡിപ്രസ്ഡ് ആണ്. അനേകർക്ക് ഒരു 60% യൗവനക്കാരൻ ഡിപ്രസ്ഡ് ആണ്. എന്താണ് ഡിപ്രഷൻ? എന്തുകൊണ്ടാണ് ഡിപ്രഷൻ? There is no counseling. ഇന്ന് ആകെ ഇവർക്ക് വേണ്ടിയത്, ഞാനൊരു ചർച്ചിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഡാളസിൽ പോയിട്ട് ആ ചർച്ചിലെ പ്രസംഗിക്കുന്നതിനുള്ള സമയം 20 മിനിറ്റാണ്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ 20 മിനിറ്റ് കൂടുതൽ കേട്ടാൽ എന്തൊക്കെയോ സംഭവിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ചർച്ചിൽ അരമണിക്കൂറൊക്കെ പോയി 20 മിനിറ്റ്. ഒരാൾ പറഞ്ഞു, ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നത് 20 മിനിറ്റ് കൂടുതൽ പ്രസംഗിക്കാൻ പാടില്ല, പ്രസംഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതോ ആകാശം കഴിഞ്ഞ് താഴോട്ട് വരുമെന്നുള്ള രീതിയിൽ അവർ പറച്ചില്. ദൈവമക്കളെ, ഞാൻ 1, 2, 3 മണിക്കൂർ സമയം ബൈബിൾ ക്ലാസ് നടത്തിയിട്ടുണ്ട്. ആരും ബോറായിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? അവര് തിരുവചനം കേൾക്കാനാണ് വരുന്നത്, അവര് വിടുതൽ പ്രാപിക്കാനാണ് വരുന്നത്. എന്നാൽ ഈ 20 മിനിറ്റ് കേൾക്കേണ്ടിയവര് ഇവര് കേൾക്കാനല്ല വരുന്നത്, അവിടെ ആള് കാണിക്കാനും. പിന്നെ ഞാനിവിടെ വന്നു, അറ്റൻഡ് ചെയ്തു, 4 പേര് അറിയണം, 20 മിനിറ്റ് കഴിഞ്ഞു അല്ലെ 1 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് വീട്ടിൽ പോകണം, എൻ്റെ കാര്യം നടത്തണം. അവന് എത്ര നേരത്തെ കൗൺസിലിംഗ് കിട്ടി? ഒരാഴ്ചയിൽ അവന് കിട്ടുന്ന മിനിറ്റ് എത്രയാണെന്നറിയാമോ? 20 മിനിറ്റ് കൗൺസിലിംഗ്. അവര് ഡിപ്രഷൻ അല്ലാതെ പിന്നെ ഏത് പ്രശ്നം വരും? പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ കൗൺസിൽ കേൾക്കുവാൻ, കർത്താവിന്റെ തിരുവചനം കേൾക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, സമയം ചെലവഴിക്കത്തില്ല. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവനിൽ നിന്ന് കേൾക്കണം എന്താണ് നമ്മളോട് പറയുവാനുള്ളതെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് കേൾക്കാതിരിക്കുന്നിടത്തോളം കാലം അവന് ഡിപ്രഷനേ ഉണ്ടാകത്തുള്ളൂ. കാരണം അവനെ പിശാച് പ്രസ് ചെയ്ത്, പ്രൈസ് ദി ലോർഡ്, ഈ ലോകം അവനെ പ്രസ് ചെയ്ത് ഡൗൺ ആക്കി കളയും. പ്രൈസ് ദി ലോർഡ്. കാരണം ലോകം അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിപ്രഷൻ. എന്നിട്ട് കൗൺസിലിംഗ് ആണ് ആവശ്യം. ആരിൽ നിന്നും? കർത്താവിൽ നിന്നും. പ്രൈസ് ദി ലോർഡ്. കേൾക്കാൻ സമയമില്ല. എന്നാൽ ഇവിടുത്തെ ക്യാഷ് കൊടുത്ത് കൗൺസിലറുടെ അടുക്ക പോകാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് ദൈവത്തിന്റെ കൗൺസിൽ അല്ല വേണ്ടിയത്, ലോകത്തിന്റെ കൗൺസിലാണ് വേണ്ടിയത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവമക്കളെ, ഒരു പ്രാവശ്യം ഒരു ഫാമിലി എൻ്റെ അടുക്കലുണ്ടായിരുന്നു ഡാളസിൽ വെച്ച്. അപ്പോൾ ഒരു ഡിവോഴ്സ് ആകും, അങ്ങനെയാകും, ഇങ്ങനെയാകും. ഞാനൊടുവിൽ ആ സഹോദരിയോട്
ഒരുപാട് കാര്യങ്ങൾ ഞാൻ കൗൺസിലറെ കാണാൻ പോയി. ഞാൻ പറഞ്ഞു, സഹോദരി ഇത്തി കൂടുതൽ നിന്റെ കൗൺസിലർ പറയാൻ പോകുന്നില്ല, ഇപ്പം ഞാൻ പറഞ്ഞതിൽ കൂടുതൽ. ഓക്കെ, എനിവേ പാസ്റ്റർ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു പോയി നോക്കിയിട്ട് വാ. അവസാനം അവൾ പോയി നോക്കി, എല്ലാം കഴിഞ്ഞു, തിരിച്ചു വന്നു. പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററിന് ഇതെങ്ങനെ അറിയാം, ഇതാണ് കൗൺസിലർ പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ലായിരുന്നു, പക്ഷെ നിന്റെ കർത്താവിൻ്റെ വചനത്തെക്കാട്ടി കൂടുതൽ കൗൺസിലിങ് ഒരു മനുഷ്യരുടെ കയ്യിലുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹീ ഈസ് ദ വണ്ടർഫുൾ കൗൺസിലർ. കൗൺസിലറെ ആരൊക്കെ ചെല്ലണം? നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അടുത്തതാണ് വീരനാമം ദൈവമാണ്. നമ്മൾ പരാജയപ്പെടുന്ന എല്ലാ സ്ഥാനത്തും ജയം നൽകുവാൻ വേണ്ടിയാണ് അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് ജാതനായത്. നമ്മുടെ പരാജയങ്ങളെ വിജയമാക്കുവാൻ. എൻ്റെ ജീവിതത്തിൽ അനേക പരാജയങ്ങൾ ഉണ്ടായി. എന്താ പരാജയം ഉണ്ടായത്? കർത്താവില്ലാത്തിടത്ത് പരാജയമേ മുന്നിലുള്ളൂ. എന്നാൽ അവൻ ഉള്ളിടത്തോളം കാലം പരാജയമല്ല, ജയമാണുള്ളത്. അടുത്തത് പ്രൈസ് ദി ലോർഡ്, നിത്യപിതാവ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മൂത്ത മകൻ ജനിച്ചു കഴിഞ്ഞാൽ അവനാണ് അവിടുത്തെ പിതാവ്, അവിടുത്തെ സകല അധികാരികളും നടത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് ഇന്നായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ആ പ്രമാണങ്ങളൊക്കെ വിട്ടു. അവർക്കറിയാം ആരാണ് പിതാവെന്ന്. പിതാവ് നിത്യനായ പിതാവ് അവനാണ്. അവൻ അന്നറിയാമായിരുന്നു ലോകത്തിന്റെ പിതാവായിരിക്കുന്ന എൻ്റെ അപ്പച്ചൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല, അതിനോട് മൂത്ത ജ്യേഷ്ഠനെ കൊടുക്കുമായിരുന്നു. എന്നാൽ ഇതാണ് നമ്മുടെ നിത്യപിതാവ്. അടുത്തത് സമാധാനത്തിന്റെ പ്രഭു. ദൈവമക്കളെ, ഇന്ന് ഭൂമിയിൽ സമാധാനമില്ല. ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ എത്ര പേർക്ക് സമാധാനമുണ്ട്? I don't know. നിങ്ങൾ എത്ര പേര് സമാധാനം അനുഭവിക്കുന്നു? എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല സമാധാനം അനുഭവിക്കാൻ? നിനക്ക് വേണ്ടി നൽകപ്പെട്ട ഈ മകനിൽ നീ ആശ്രയിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ. ഈ സമാധാനം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നതെന്നെല്ലാം പിന്നീട് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ യെശയ്യാപ്രവചനം 11:11 വായിക്കുന്നു, എന്നാൽ ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. ആരാണ് ഇശ്ശായി എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ പിതാവ്. കുറ്റി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിൽ നിന്നും. അതുകൊണ്ടാണ് യേശു, ഞാൻ പ്രോഫസീസ് ജീസസ് ക്രൈസ്റ്റ് ഫുൾഫിൽഡ് എന്ന വിഷയത്തെ കുറിച്ച് പഠിപ്പിച്ച അവസരത്തിൽ നിങ്ങളോട് പറഞ്ഞതാണ്, നസറായനായ യേശു എന്ന്, നസറായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞ വേടിന്റെ അർത്ഥം. അത് യേശു യെരിഹോവിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു കുരുടൻ ചോദിക്കുന്നു, എന്താണ് ഈ ആരവം ഞാൻ കേൾക്കുന്നത്, ആരാണെന്ന് ചോദിക്കുമ്പോൾ അവനോട് ചിലർ പറയുന്നു, നസറായനായ യേശു കടന്നു പോകുന്നു. അവൻ വിളിച്ചു പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. എന്തുകൊണ്ടാണ് യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമെന്ന് അവൻ പറഞ്ഞത്? അവൻ പറയാനുള്ള കാരണം ഇതാണ്, ഇശ്ശയ്യായുടെ കുറ്റിയിൽ നിന്നും അല്ലെന്നുണ്ടെങ്കിൽ ദാവീദിന്റെ സന്തതിയിൽ നിന്നും വേരിൽ നിന്നും എന്നുള്ള പദമാണ് നസ്രായൻ എന്ന് പറഞ്ഞ വീടിന്റെ അർത്ഥം. അതുകൊണ്ട് നസറേത്ത് എന്ന് പറഞ്ഞാൽ നസറേത്തിൽ നിന്നും ഒരു നന്മ പുറപ്പെടുകയില്ല. പ്രേസലോട്. അപ്പോൾ യേശു ഇശ്ശയ്യായുടെ കുറ്റിയിൽ നിന്നും ജനിക്കണമായിരുന്നു. അപ്പൊ ഈ മകൻ നൽകപ്പെട്ടവൻ അവൻ ആരുടെ വേരിൽ നിന്നുമുള്ളവനാണ്, അവൻ എങ്ങനെയുള്ളവനാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനിയും അവൻ ആധിപത്യം അവന്റെ തോളിലാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, അതിന്റെ ആ യെശയ്യാ പ്രവചനം 22-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ കയ്യിൽ ഇരിക്കും, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല, അവൻ അടച്ചാൽ ആർക്കും തുറക്കാനും പറ്റുകയില്ല എന്ന് തിരുവചനത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്റെയും നിങ്ങളുടെയും ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ കരത്തിൽ കൊടുക്കണം. ഇന്ന് അനേകരുടെ ഗ്രഹത്തിന്റെ താക്കോൽ ആടയിലാണെന്നറിയാമോ? ഞാൻ തുറന്നു പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം.
പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേക കുടുംബങ്ങളുടെ താക്കോൽ ആ ഭവനത്തിലുള്ള സ്ത്രീകളുടെ കരത്തിലാണ്. സ്ത്രീകളുടെ കരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം കുടുംബനാഥന്റെ കരത്തിലുമല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് കുടുംബങ്ങൾ ശിഥിലങ്ങളായിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ കേട്ടു, ആ കുടുംബം ശിഥിലമായി, താക്കോലാണില്ല അവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ആകെ കുഴപ്പമായി, ഡിവോഴ്സിന്റെ പക്കത്തെത്തിയിരിക്കുമെന്ന് പറയുന്നത് കേട്ടു. ദൈവത്തിന്റെ കരത്തിൽ നിന്റെ കുടുംബത്തിന്റെ താക്കോൽ കൊടുത്താൽ, ഇശയ്യായുടെ മകന്റെ കരത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ ദാവീദിന്റെ പുത്രനിൽ അല്ല എന്നുണ്ടെങ്കിൽ ഇമ്മാനുവേലിന്റെ കരത്തിൽ, അല്ലെങ്കിൽ നമുക്ക് നൽകപ്പെട്ട ഹല്ലേലൂയ കർത്താവിന്റെ വചനം പറയുന്നു, ലോകം ഹല്ലേലൂയ ഇങ്ങനെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പ്രൈസ് ദി ലോർഡ്, ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ആ വേർഡിന് അത്രയും അർത്ഥവ്യാപ്തി അല്ലെന്നുണ്ടെങ്കിൽ ഖനം ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഖനം എന്താണുള്ളത്? തന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇങ്ങനെയാണ് തന്റെ ഏകജാതനായ ഉയർത്തിൽ നിന്ന് വരുന്നത്. തന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ആ വാക്കിന് അല്ലെന്നുണ്ടെങ്കിൽ വചനത്തിന് ഖനമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയുടെ ഖനമനുസരിച്ചാണ് പ്രൈസ് ദി ലോർഡ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നല്ല ബെറ്റർ വേർഡാണ് അവിടെ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. അതാണ് ടോപ്പിൽ ഇരിക്കുന്നത്. He gave begotten son to me. എനിക്ക് വേണ്ടി അവനെ തന്നു, എന്നെ അതുപോലെ സ്നേഹിച്ചു. അത് വിളിച്ചു പറയുവാൻ പ്രിയ ദൈവമക്കളെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ക്രിസ്മസ് സീസണിൽ വിളിച്ചു പറയണം, എന്റെ കർത്താവ് എന്നെ സ്നേഹിച്ചവരോട് തന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് വേണ്ടി തന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ കരത്തിലാണ് താക്കോൽ, എന്റെ കുടുംബത്തിന്റെ താക്കോൽ. അവന്റെ കരത്തിലാണ് എന്റെ ഭവനത്തിന്റെ താക്കോൽ ഇരിക്കുന്നത്. അവൻ എനിക്ക് വേണ്ടി അടച്ചാൽ ആരും ഹല്ലേലൂയ സ്തോത്രം തുറക്കത്തില്ല. അവൻ എനിക്ക് വേണ്ടി തുറന്നാൽ അടയ്ക്കുവാനും ആർക്കും കഴിയത്തില്ല എന്ന് വിളിച്ചു പറയണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്നെന്താ സംഭവിച്ചിരിക്കുന്നത്? താക്കോൽ കൂട്ടം ആരെയില്ല. ഒന്നിൽ അമ്മാമ്മയുടെ കയ്യിൽ, അല്ലെ അച്ചായന്റെ കയ്യിലായിരിക്കും. അച്ചായന്റെ കയ്യിൽ സാധാരണ ഇപ്പൊ ഇല്ല. പണ്ടൊക്കെ അച്ചായന്മാരുടെ കയ്യിൽ, അന്ന് അച്ചായന്മാരാണെങ്കിൽ അച്ചായന്മാരുടെ അധികാരത്തിൽ കീഴിലായിരുന്നു. ഭയങ്കര അധികാരമായിരുന്നു, ദ്രാഷ്ട്യമുള്ളത്. എന്നാൽ ദൈവമക്കളെ ഞാൻ വിളിച്ചു പറയട്ടെ, അച്ചായന്റെ കയ്യിലും അമ്മാമ്മയുടെ കയ്യിലും അല്ല ഇരിക്കേണ്ടത്, കർത്താവിന്റെ കയ്യിൽ നിന്റെ കുടുംബത്തിന്റെ താക്കോൽ ഇരുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അതിന്റെ 22 വായിക്കുന്നത്, ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. എന്റെ ഗൃഹത്തിന്റെ താക്കോൽ ആ പുത്രന്റെ തോളിൽ നീ വെച്ചാൽ, പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിൽ വിടുതലാണ്. കാരണം ഇന്ന് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, എൻ്റെ ജീവിതത്തിൻ്റെ താക്കോൽ എൻ്റെ കർത്താവിൻ്റെ കരത്തിലായിരിക്കുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെ താക്കോൽ എൻ്റെ കർത്താവിൻ്റെ കരത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്നിനെ കുറിച്ചും വെറിയില്ല, എന്തിനെക്കുറിച്ചും ഭാരമില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ഭാരപ്പെട്ടിട്ട് ഒരു പ്രയോജനവുമില്ല. കാരണം എനിക്ക് വേണ്ടി ഭാരപ്പെടുവാൻ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, എനിക്ക് വേണ്ടി സകലത് നിവർത്തിക്കുവാൻ കർത്താവ് ഒരു മകനെ എനിക്ക് നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എനിക്ക് വേണ്ടി ഒരു മകനെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവന്റെ മകനെ എനിക്ക് നൽകിയത് കൊണ്ട് എനിക്ക് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടണ്ട, എനിക്ക് ഒന്നിനെ കുറിച്ചും പ്രയാസപ്പെടണ്ട. ഇതാണ് പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാൽ അനേകർക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. മലയാളത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, വളരെ സിമ്പിളാണ് വേർഡ്. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ ചിത്രീകരിച്ചു, പിന്നെ അത് ഇസ്രായേലിൻ്റെ വിഷയത്തിലല്ലയോ, അവരെ സംബന്ധിച്ച വിഷയത്തിലാണ് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് ഇന്ന വിഷയത്തിലാണ്. അതുകൊണ്ട് ഇത് എൻ്റേതല്ല എന്നുള്ള രീതിയിലാണ് പ്രസംഗങ്ങളും ആ കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ ബൈബിളിനകത്ത് കർത്താവ് പറഞ്ഞതൊക്കെ എന്നോടാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വാക്കുകളെ കേട്ട്, എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. എനിക്ക് അത്രയും വലിയ ബുദ്ധിയൊന്നുമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവ് പറഞ്ഞത് അതുപോലെ അനുസരിക്കുക എന്നുള്ളത്.
പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ ജനനം ഘോഷിക്കുന്ന, ലോകം മുഴുവൻ ഘോഷിക്കുന്ന അവസരത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ താക്കോൽ എൻ്റെ ഇമ്മാനുവേലായിരിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി നൽകപ്പെട്ട തൻ്റെ ഏകജാതനായ പുത്രൻ്റെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ രാജാവാണ്, നിത്യദൈവമാണ്, അവൻ അത്ഭുതകരമായ കാര്യങ്ങളെ നടത്തുന്നവനാണ്, അവൻ മന്ത്രിയാണ്, ആലോചനയിൽ വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ എനിക്ക് ആലോചന പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. അവൻ വീരനാം ദൈവമാണ്, അവൻ എന്നോട് കൂടെയാണ്, അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്, അവരെയാണ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനം 2-ാം സങ്കീർത്തനത്തിന്റെ 6-7 വാക്യത്തിൽ ഇപ്രകാരമാണ് വിളിച്ചു പറയുന്നത്: എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഇതെല്ലാം പ്രവചനങ്ങളാണ്. ഈ പ്രവചനങ്ങളെല്ലാം നിവർത്തി എപ്പോഴാണ് നടന്നതെന്നറിയാമോ? കർത്താവിന്റെ ജനനത്തോടുകൂടി ഈ പ്രവചനങ്ങൾ നിവർത്തിയാകുകയാണ്. ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളിച്ചെയ്തത്: നീ എൻ്റെ പുത്രൻ, ഇന്ന് നിന്നെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. ഇതെപ്പോഴാണ് നിവർത്തിക്കപ്പെട്ടത്? കർത്താവിൻ്റെ സ്നാനത്തിങ്കൽ സ്വർഗം തുറന്നു. പിതാവ് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു: ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു പ്രൈസ് ദി ലോർഡ് നസറേത്തിൽ നിന്ന് യോർദാൻ വരെ നടന്ന് 80 കിലോമീറ്റർ ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നു. ഞാൻ അളന്നു നോക്കിയിട്ടില്ല, ഞാൻ അവിടെ പോയിട്ടില്ല. പോയാൽ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷെ ഉണ്ടെങ്കിൽ അവിടെ വന്ന് നടന്നു വന്ന് സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ ആ യേശു കർത്താവിന് ഈ പ്രവചനം നിവർത്തിക്കപ്പെടത്തുള്ളായിരുന്നു. എന്നാൽ മലയാളികളാകുന്ന സമുദായക്കാരായിരിക്കുന്ന അനേകരുടെ ചിന്താഗതി എന്താണെന്നറിയാമോ? അന്ന് ഞാൻ കൊച്ചിയിലെ സ്നാനം മാമോദിസ ഏറ്റതാണ്, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. കർത്താവിന് ആവശ്യമായിരുന്നു. നിനക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നീ ഇനിയും അവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇനി കർത്താവ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്നാനപ്പെടും. കർത്താവ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത് വന്ന് പറയുന്ന പരിപാടികളൊന്നുമില്ല. പിന്നെ പറഞ്ഞിട്ടേ ചെയ്യുള്ളെന്ന് നീ കർത്താവിനോട് വാശി പിടിച്ചാൽ കർത്താവ് എന്ന് പറയുന്നെങ്കിൽ പറഞ്ഞ് ഏറ്റെടുത്തോളൂ, എനിക്ക് വിരോധമില്ല. പക്ഷെ എന്നുണ്ടെങ്കിൽ നിത്യതയിൽ കർത്താവിൻ്റെ ഹല്ലേലൂയ സ്തോത്രം വിളിച്ചു പറയുന്ന വാക്കുണ്ട്: ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ നമുക്കിനി മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. എന്തൊക്കെയാണ് ഈ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെട്ടിരിക്കുന്നത്? യേശുവിൻ്റെ ജനനത്തിൽ എന്താണ് നടന്നത്? പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ അവൾ ഒരു മകനെ, ഇത് ജോസഫിനോട് പറയുന്ന വാർത്തയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, കല്യാണം ഉറച്ച് കല്യാണം കഴിക്കാനിരിക്കുന്ന പുരുഷൻ അറിഞ്ഞു താൻ കല്യാണം കഴിക്കാനിരിക്കുന്ന ഭാര്യ ഗർഭിണിയാണെന്ന്. അവന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. ആ വ്യക്തി എത്ര ദുഃഖത്തിലാണെന്ന് ചിന്തിച്ചു നോക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ രഹസ്യമായി ഉപേക്ഷിക്കാനിരിക്കുന്ന അവസരത്തിൽ ദൈവത്തിന്റെ ദൂതൻ അവന് പ്രത്യക്ഷമായി അവനോട് പറയുന്ന വാക്കുകളാണ്. പ്രൈസ് ദി ലോർഡ്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണം. എന്താണ് യേശു എന്ന പേരിന്റെ അർത്ഥം? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, യേശു എന്ന പേര് സകല നാമത്തിലും മേലായ നാമമാണ്. അവന്റെ നാമത്തെങ്കിൽ സകലതും മുഴങ്കാൽ മടക്കും. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ പേരിന്റെ പ്രത്യേകത സകല പാപങ്ങളിൽ നിന്നും വിടുവിപ്പാൻ ഇരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ രക്ഷ ആ നാമത്തിലാണ് ഉള്ളത്. അപ്പോ നിങ്ങൾ രക്ഷ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നമുക്ക് രക്ഷയുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ സകലത്തിൽ നിന്നും രക്ഷിപ്പാൻ ഇരിക്കൊണ്ട്, സകല പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇരിക്കൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കണം. ഈ കർത്താവിന്റെ ജനനം ലോകമൊക്കെ ഘോഷിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശുവിന്റെ പേരിന്റെ അർത്ഥം തന്നെ രക്ഷ എന്നാണ്. യഹോശുവ
യോശുവ. ജീസസ് ഉള്ളതിനെക്കാട്ടിൽ ബെസ്റ്റ് നല്ല പേരാണ് യേശു എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രായ ലാംഗ്വേജിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് യേശു. യേശു മശിഹ. യേശു മശിഹ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ഭാഷ, എനിക്കത് പറയാൻ അറിയത്തില്ല. മഷിഹാനിക് വേർഡുകൾ അല്ലെന്നുണ്ടെങ്കിൽ എബ്രായ വേർഡുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രൈസറോട്. കാരണം നമ്മുടെ ലാംഗ്വേജ് അങ്ങനത്തേതായതുകൊണ്ട് യേശുവിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. അപ്പം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ഇന്ന് രക്ഷയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അത് വിശ്വസിക്കാൻ വലിയ പാട്. എന്താ പാട്? ഞങ്ങളിത് കുഞ്ഞുനാൾ മുതലേ ഇത് കേട്ടോണ്ടിരിക്കുന്നില്ലേ? ഈ പേര് ജനിച്ച നാൾ മുതലേ യേശുവിനെ കുറിച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ യേശുവിന്റെ പേരിന് അത്രയും വാല്യൂ ഞങ്ങൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് പ്രശ്നമെന്നുള്ളവരും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുമില്ല. ദൈവമക്കളെ, യേശുവിന്റെ പേരിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ്. നമ്മുടെ നാട്ടില് അല്ലെന്നുണ്ടെ നമ്മൾ മലയാളികളായിരിക്കുന്നവര് പറയുന്ന ഒരു വേർഡുണ്ട്, എന്തിനു പോയെന്ന് പറഞ്ഞാലും. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ അച്ഛാ പോയിട്ട് എന്തായി? ഓ, ഒരു രക്ഷയുമില്ല അച്ഛേ. അല്ലെന്നുണ്ടെങ്കിൽ അമ്മയെ ഒരു രക്ഷയുമില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? അവിടെ ഡോക്ടർ പറയുന്നത് ഇനി അധികം രക്ഷയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നാണ് പറഞ്ഞത്. ഗൾഫിൽ പോകുന്ന കാര്യം എന്തായി? രക്ഷയില്ലെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പറയാം രക്ഷപ്പെട്ടു എന്ന് പറയും. എന്താ കാര്യം എന്നറിയാം? നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ് രക്ഷ എന്ന് പറയുന്നത് സോസോ എന്നാണ് ഗ്രീക്കിൽ പറയുന്നത്. ആ രക്ഷ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയത്തിനും യേശു കാൽവറിയിലല്ല, നസറേത്തിൽ അല്ല, യെരൂശലേമിൽ ഹല്ലേലൂയ 2000 വർഷങ്ങൾക്ക് മുമ്പ് രക്ഷകൻ ജനിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു രക്ഷകൻ എനിക്ക് വേണ്ടി ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ വിഷയത്തിന് രക്ഷയുണ്ട്. അവനാണ് എൻ്റെ രക്ഷ. യേശുവാണ് എൻ്റെ രക്ഷ. വിളിച്ചു പറയണം. പ്രൈസ് ദി ലോർഡ്. യേശുവാണ് എൻ്റെ രക്ഷ. ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന് എൻ്റെ യേശുവാണ് എൻ്റെ രക്ഷ. അടുത്തത് ജോസഫിനോട് പറയുന്ന വേർഡ് ശ്രദ്ധിച്ചാണ്. കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. 2 പ്രോഫസികളാണ് ഒന്നിച്ച് അവിടെ പറയുന്നത്. ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. എന്താണ് ഇമ്മാനുവേൽ? അവൻ ദൈവം നമ്മോട് കൂടെ. ഞാൻ മുമ്പേ അതിനെപ്പറ്റി പറഞ്ഞാണ്. ദൈവം നമ്മോട് കൂടെ എന്നും പ്രൈസ് ദി ലോർഡ് രക്ഷകരാനുമാണ് അവൻ ഈ ഭൂമിയിൽ ജാതനായത്. അതുകൊണ്ട് എന്നോട് കൂടെ നടക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് എന്നോട് കൂടെ നടക്കേണ്ടത്? ആദ്യം ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് പിതാവായ ദൈവത്തോടുകൂടി, യഹോവയാം ദൈവത്തോടുകൂടെ നടന്നുകൊണ്ടിരുന്ന ആദാം തൻ്റെ പാപം നിമിത്തം, എന്താണ് പാപം? അതിൽ അനുസരണക്കേട്, അല്ലെന്നുണ്ടെങ്കിൽ യഹോവയിൽ വിശ്വസിക്കാതിരുന്നത്. പിതാവായ ദൈവത്തിൽ, യഹോവയിൽ, തന്നെ സൃഷ്ടിച്ചവരിൽ വിശ്വസിച്ചില്ല. പിന്നെ ആരിലാണ് വിശ്വസിച്ചത്? പാമ്പിലാണ് വിശ്വസിച്ചത്. പാമ്പ് എന്തു പറഞ്ഞു? ഞാൻ ദൈവത്തെ പോലെയാകും. അതിന് പരീക്ഷിക്കാൻ പോയതാണ്. ഇന്നും പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്ക് ഇന്റർനെറ്റിൽ ഒരാൾ വന്നു, എന്താണ് ഡു യു ഫൈൻഡ് ഗോഡ് എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു ഇത് വന്നു. ഡു യു ഫൈൻഡ് ഗോഡ്? ഇന്നും കർത്താവിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് നടക്കേണ്ട. ദൈവം നിങ്ങളെ അന്വേഷിച്ചാണ് ഈ താണഭൂമിയിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നത്. ഞാനൊന്ന് എഴുതി നോക്കി. ഐ എം നോട്ട് ഫൈൻഡിങ് ഗോഡ്, ഗോഡ് ഈസ് ഫൈൻഡിങ് മീ. എന്നെ അവനാണ് അന്വേഷിച്ചു കടന്നു വന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് ലോകത്തിലെ ചിന്ത എന്നാ അറിയാം? ദൈവം എന്നെ കണ്ടുപിടിച്ചു, അല്ല ദൈവത്തെ ഞാൻ കണ്ടുപിടിച്ചു. മനുഷ്യ കണ്ടുപിടിച്ച ദൈവങ്ങളായിരുന്നു ഭൂമിയിലുള്ളവർ മുഴുവനും. എന്നാൽ ഞാൻ കണ്ടുപിടിച്ച ദൈവമല്ല എൻ്റെ കൂടെ വസിക്കുന്നത്. എന്നെ കണ്ടുപിടിച്ച ദൈവമാണ്. എൻ്റെ കൂടെ വസിക്കാൻ കടന്നു വന്നവനാണ്. എനിക്ക് വേണ്ടി യാതനായവനാണ്. അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ബത്ലഹേമിൽ ഒരു കന്യകയിൽ കൂടി അവൻ കടന്നു വന്ന് എന്നെ അന്വേഷിച്ചു. പ്രൈസ് ദി ലോർഡ്.
അതാണ് ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്. കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയോട് സദൃശം. അവൻ അത് കണ്ടെത്തിയാറെ തനിക്കുള്ള സകലം വിറ്റിട്ട് ആ നിലം വിലയ്ക്ക് വാങ്ങി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവ് എന്നെയും നിന്നെയും അന്വേഷിച്ചാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീയുടെ സന്തതിയായി ജനിച്ചത്. ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് അനേകർ വിശ്വസിക്കുന്നില്ല യേശു കന്യകയിൽ ജാതനായി എന്നുള്ള വിഷയം. ഇപ്പൊ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അനേകർ പ്രസംഗിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുഞ്ഞുനാൾ പോലെ ഹാപ്പി ക്രിസ്മസും മേരി ക്രിസ്മസും ഒക്കെ പറയുന്നത് കൊണ്ട് അവർക്കറിയാം ഈ കുഞ്ഞ് ഒരു കന്യകയിലാണ് ബേത്ലഹേമിൽ ജനിച്ചു എന്നുള്ളത് പറഞ്ഞ് പ്രസംഗിച്ച് പഠിപ്പിക്കേണ്ട. അവ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ പെന്തക്കോസ്തുകാരെ അത് പിന്നെ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. പിന്നീട് നമ്മുടെ മക്കൾ തന്നെ ചോദിക്കും, ഈ എന്തിനാ ഈ യേശു ജനിച്ചെന്ന് പറയുന്നത്, ആര്യ കന്യക അതെങ്ങനെ ഒക്കുന്നത് എന്ന് അവർ തന്നെ വാദിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വാദപ്രതിവാദം ഇല്ലാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ് ചില സത്യങ്ങൾ അത് സത്യമായിട്ട് തന്നെ അവിടെ ഇരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിനകത്ത് മറിയയോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാണ്. ഇപ്രകാരമാണ് പറയുന്നതല്ലോ. അതേ ഗബ്രിയേൽ തന്നെയാണ് പറയുന്നത്. ആ ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ഞാൻ ആ കൃപയെക്കുറിച്ചല്ല പ്രസംഗിക്കുന്നത്. മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. എന്നിട്ട് എന്താണ് പറയുന്നത്? പഴയ നിയമത്തിൽ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കൃപമേൽ കൃപ ലഭിച്ചവരാണ് നമ്മൾ. കൃപമേൽ കൃപ. പ്രൈസ് ദി ലോർഡ്. സെരുബാബേലിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് കൃപമേൽ കൃപ ലഭിച്ചു. എന്തോ ഒരു വലിയ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ തന്നെ ആ ഭാഗ്യപദവിയെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അവിടെയാണ് വിജയം കണ്ടെത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവൾ പറയുന്നത്, നീ ഗർഭധരിച്ചൊരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും. പിന്നെ യേശുവിന്റെ പ്രത്യേകത, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. നമ്മുടെ കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അവൻ വലിയവനാകും. നമ്മുടെ ജീവിതത്തിലേക്ക് യേശു വന്നാൽ അവൻ ആരായിത്തീരും? വലിയവനാകും. അത്യുന്നതന്റെ പുത്രനാണ് എന്നിൽ വസിക്കുന്നത്. അവനെ എനിക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നൽകപ്പെട്ടിരിക്കുകയാണ്. അവൻ ദാവീദ് ഗ്രഹത്തിന്റെ രാജാവായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകലത്തെയും ഭരിക്കുന്നവൻ, സിംഹാസനത്തിൽ ആയിരിക്കുന്നവൻ എൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. അവൾ പറയുകയാണ്, അത് പോരട്ടെ. ദൈവമക്കളെ, ഇന്ന് ആ ഈ പുത്രനായ കർത്താവിനെ, യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് പുനഃസ്ഥാപിക്കപ്പെടട്ടെ. മുമ്പ് പണ്ട് നമ്മൾ യേശു കർത്താവിന് ഇഷ്ടമായ സ്വീകരിച്ചു. അതല്ല, കർത്താവിന് പറഞ്ഞ, കർത്താവെ എനിക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുകയാണ്, ഞാൻ അവനെ എൻ്റെ ഹൃദയത്തിൽ സ്ഥാപിക്കുകയാണ്. അവൻ വലിയവനാണ്, അത്യുന്നതന്റെ പുത്രനാണ്, ദാവീദിന്റെ സിംഹാസനത്തിൽ എന്നേക്കും ഇരുന്നു വാഴുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ അവൻ വാഴുവാൻ, പ്രൈസ് ദി ലോർഡ്, അവൻ എന്റെ ജീവിതത്തിൽ വാഴുവാൻ നീ അവന് വേണ്ടി ഹൃദയം ഇന്ന് വയൽക്കാലം തുറന്നു കൊടുക്ക. യേശു വാഴട്ടെ. യേശു ഇന്ന് ഹൃദയത്തിൽ വാഴട്ടെ. നമ്മുടെ ഭവനത്തിൽ വാഴട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. തന്റെ ഏകജാതനായ പുത്രൻ വാഴട്ടെ. അവൻ അത്യുന്നതന്റെ പുത്രനാണ്. അവൻ വലിയവനാണ്. നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ശക്തനാണ്. അവന് ഇന്ന് ഞാൻ നിങ്ങൾ സ്ഥാനം കൊടുക്കുമോ? മറിയോട് പറഞ്ഞപ്പോ മറിയ പറഞ്ഞു, ഇതെങ്ങനെ സാധിക്കും? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ. അവൾ പറഞ്ഞു, ദൂരം പറയാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നീ ഒന്ന് ഹൃദയം തുറന്ന് കൊടുത്താൽ മതി. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവൾ ഹൃദയം തുറന്നു കൊടുത്തു. ആ പരിശുദ്ധാത്മാവ്
അവളിലേക്ക് കടന്നു വന്നു. ഇന്നലെ പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, നീ എപ്പോ ഹൃദയം തുറക്കുമോ ആ മകൻ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി നൽകപ്പെട്ട മകൻ നമ്മുടെ ഹൃദയത്തിൽ വന്ന് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ശക്തനായവരാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ ജാതനായത്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 2-ാം അധ്യായം, ഇപ്പൊ നമ്മൾ 1-ാം അധ്യായത്തിലാണ് ഇരിക്കുന്നത്. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. Praise the Lord. അവൾ ആദ്യ ജാതനെ പ്രസവിച്ചു. ഈ ആദ്യജാതൻ എന്നുള്ള വേർഡ് നിങ്ങൾ മറന്നു പോകരുത്. ആദ്യജാതനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി, പശുത്തൊട്ടിയിൽ കിടത്തി. എന്തുകൊണ്ട് അവർക്ക് അവിടെ ഹോട്ടലിലോ വേറൊരു സ്ഥലമോ അവർക്ക് കിട്ടിയില്ല? അതുകൊണ്ടാണ് അറിഞ്ഞിരിക്കേണ്ടത് ദ റീസൺ ഫോർ സീസൺ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന സീസൺ, ബിഹൈൻഡ് there is a reason. അതിന്റെ പുറകിൽ ഒരു റീസൺ ഉണ്ട്. അവൻ പശുത്തൊട്ടിയിൽ കിടക്കണമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അവർക്ക് ആരും സ്ഥലം കൊടുക്കാതിരുന്നത്. ഇടയന്മാരോട് പറയുന്ന ദൂതൻ വന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പശു നിങ്ങൾക്ക് കാണാൻ പോകുന്ന അതിന്റെ താഴോട്ട് വായിക്കുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും. അതിന്റെ ഭയപ്പെടേണ്ട, അതിന് സാർവജനത്തിനുണ്ട്. അതിന്റെ 12-ാമത്തെ വാക്യം, നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ കാണും എന്ന് പറഞ്ഞു. നോക്കിയേ, ലോകത്തിൽ വലിയ വിദ്വാൻമാരുണ്ട്, രാജാക്കന്മാരുണ്ട്, പ്രമുഖന്മാരുണ്ട്, വധവാന്മാരുണ്ട്, അനേകരുണ്ട്. അവരുടെ ആരുടെയും അടുക്കലല്ല ചെന്നത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരാൽ നിന്ദിക്കപ്പെടും ഇന്നും അന്നും. ഇടയന്മാരെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല, അവരെ ആരും മാനിക്കുന്നവരൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. അവരുടെ അടുക്കലാണ് ദൂതൻ എന്ന് പറഞ്ഞത്. സർവ്വജനത്തിനും വരുവാനിരിക്കുന്ന മഹാസന്തോഷം അവരോടാണ് അറിയിച്ചത്. അവരോട് പറയാണ്, പശുത്തൊട്ടിയിൽ കിടക്കുന്നവനെ കാണും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, പ്രൈസ് ദി ലോർഡ്, അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിദ്വാൻമാർക്ക് അത് മനസ്സിലാകത്തില്ല, രാജാക്കന്മാർക്ക് അത് മനസ്സിലാകത്തില്ല, ഹല്ലേലൂയ, പ്രഭുക്കന്മാർക്ക് അത് മനസ്സിലാകത്തില്ല. അത് ലോകത്തിൽ ഒരു വ്യക്തിക്ക് മനസ്സിലാകത്തില്ല. പിന്നെ ആർക്ക് മനസ്സിലാകുമെന്നറിയാമോ? ഇടയന്മാർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഈ രഹസ്യം മനസ്സിലാകുന്നവരോടാണ് കർത്താവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യേശു വന്നപ്പോഴും സാധാരണ ജനത്തോട് സംസാരിച്ചത്. ഇവർക്ക് എന്തുകൊണ്ട് മനസ്സിലാകും? പശുത്തൊട്ടിയിൽ എന്തുകൊണ്ട് ആ കുഞ്ഞ് കിടക്കുന്നു? പ്രൈസ് ദി ലോർഡ്. പശുത്തൊട്ടി കിടക്കുന്നതിന്റെ രഹസ്യം ഞാൻ നിങ്ങളോട് പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവര് ഇടയന്മാര് ഓരോ ഏരിയയിലും ക്യാമ്പ് ചെയ്യുന്നിടത്ത്, പ്രൈസ് ദി ലോർഡ്, ഒരു സ്പെഷ്യൽ സാധനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ക്യാമ്പ് ചെയ്യുന്നിടത്ത് അവർക്ക് എല്ലാവർക്കും ഓരോ പശുത്തൊട്ടി അവിടെ ഉണ്ട്. ഒരു പശുത്തൊട്ടി ഒരു ക്യാമ്പിലുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോ പല ക്യാമ്പുകളാണുള്ളത്. എന്നുണ്ടെങ്കിൽ ബേത്ലഹേമിലുള്ള ഈ ക്യാമ്പിൽ ഒരു പശുത്തൊട്ടിയുണ്ട്. ഈ പശുത്തൊട്ടി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് കടിഞ്ഞൂലായി പിറക്കുന്ന ആടായാലും മാടായാലും അതിനെ അവിടെ കൊണ്ട് കിടത്തണം, ശീലകൾ ചുറ്റി. എന്തിനാണെന്നറിയാമോ? നീ യാഗമായി തീരുവാനുള്ളതാണ്. ആ കടിഞ്ഞൂൽ പിറവിയെ, പ്രൈസ് ദി ലോർഡ്, യാഗമായി തീരേണ്ടതാണ്. അതുകൊണ്ട് അതിനെ പശുത്തൊട്ടിയിൽ കിടത്തിയേ മതിയാകുള്ളൂ എന്ന് പറഞ്ഞ കർത്താവിന്റെ ജനനം തന്നെ യാഗമായി സമർപ്പിക്കപ്പെട്ടവരാണ്. നിങ്ങൾ പറ, ഈ ക്രിസ്തുമസിന്റെ മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ കേൾക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ആ യാഗമായി തീരുന്നതിന് വേണ്ടി ഈ പശുത്തൊട്ടിയിൽ കടന്നു വന്നവരാണ് എനിക്ക് വേണ്ടി നൽകപ്പെട്ട അവന്റെ ഏകജാതനായ പുത്രൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ സകല വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ യാഗത്തൊട്ടിയിലേക്ക്, പശുത്തൊട്ടിയിലേക്ക് വന്ന് കിടക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ ജനനം തന്നെ യാഗമായി തീരുവാനുള്ളതായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, ആ യാഗ വസ്തുവാണ് ഹല്ലേലൂയ ആ തൊട്ടിയിൽ കിടക്കുന്നത്. നിങ്ങൾ അവന്റെ മരണത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവന്റെ ജനനം തന്നെ ഒരു യാഗവസ്തുവായി വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം അന്ന് ടാക്സ് പരിപാടി പ്രോഗ്രാം ഒക്കെ വന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് സ്ഥലമൊന്നും കൊടുക്കാതിരുന്നത്? അവൻ ജെറുസലേമിൽ വരണം, ദാവീദിന്റെ ഹല്ലേലൂയ സ്തോത്രം ദാവീദിന്റെ നഗരത്തിൽ വരണം. അത് മാത്രമല്ല, അവൻ ആ പശുത്തൊട്ടിയിൽ കിടക്കണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഈ നമുക്ക് വേണ്ടി നൽകപ്പെട്ട ഈ മകനിൽ ഇന്ന് ആശ്രയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ ക്രിസ്തുമസ് ദിനത്തിൽ നിങ്ങളുടെ ജീവിതം കർത്താവിന്റെ ഹാലിൽ പൂർണ്ണമായി സമർപ്പിക്കുക. എങ്ങനെയാണ് പൂർണ്ണമായി സമർപ്പിക്കേണ്ടത്? പൂർണ്ണമായി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവേ, ഇന്ന് മുതൽ ഞാൻ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുന്നില്ല. എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ ഗവൺമെന്റ് നിന്റെ കരത്തിൽ തരികയാണ്. പ്രൈസ് ദി ലോർഡ്. നീ അത്ഭുതകരമായി എൻ്റെ വിഷയങ്ങളെ പരിഹരിപ്പാൻ ശക്തനാണ്. അത് മാത്രമല്ല, എനിക്ക് നിന്റെ ആലോചന ആവശ്യമാണ്. നീ ആലോചനയിൽ വലിയവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, നീ എനിക്ക് വേണ്ടിയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ബേത്ലഹേമിൽ പശുത്തൊട്ടിയിൽ ജാതനായത്. നിങ്ങൾ എത്ര പേര് അത് വിശ്വസിക്കും? എത്ര പേർക്ക് കർത്താവിന് മഹത്വം കൊടുക്കും? അവന് ധീരനാം ദൈവമാണ്. അതെ, ഞാൻ പറഞ്ഞില്ലയോ, പ്രൈസ് ദി ലോർഡ്, ഡു യു ഫൈൻഡ് ഗോഡ് എന്ന് പറഞ്ഞാണ് എനിക്ക് മെസ്സേജ് വന്നത്. ഞാൻ പറഞ്ഞു എഴുതിയവന് പോലും ഇത്ര ബോധമില്ല. ലോകത്തിൽ ഫൈൻഡ് ചെയ്താണ് ഇഷ്ടം പോലെ ബോർഡുകളുള്ളത്. ലോകത്തിൽ ഒരുപാട് പേര് ഫൈൻഡ് ചെയ്തു. എന്താണ്? അവരവർക്ക് ഇഷ്ടമുള്ള ബോർഡുകളെ, ദൈവങ്ങളെ, അവരവർക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളെ അവർ ഫൈൻഡ് ഔട്ട് ചെയ്തു. എന്നാൽ എന്റെ ദൈവം ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തതല്ല. എന്റെ ദൈവം എന്നെ ഫൈൻഡ് ചെയ്തതാണ്, എന്നെ കണ്ടെത്തിയതാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് എൻ്റെ ദൈവം. എന്നെ തേടിയാണ് അവൻ സർവ്വതും വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നത്. അവന്റെ ജനനം തന്നെ ഉന്നതമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ ജനനം തന്നെ അവൻ യാഗവസ്തുവാകുവാൻ വേണ്ടിയാണ് അവൻ വന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഈ വാക്കുകളിലൂടെ കർത്താവിൻ്റെ ജനനത്തിൻ്റെ ഘോഷം ലോകം മുഴുവനും ആഘോഷിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജനന ദിവസം അനുഗ്രഹമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.